ചെങ്കള എന്തൊക്കെ വർത്താനം? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും സുഖമായിരിക്കട്ടെ, സന്തോഷമായിരിക്കട്ടെ, സേഫ് ആയിരിക്കട്ടെ. പിന്നെ നമ്മളെ ഷോപ്പിക്ക് കൊക്കക്കോളൻ്റെ പുതിയൊരു ഫ്രിഡ്ജ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് വെയിറ്റ് ചെയ്ത് ഇങ്ങനെ കാണുക. ആ വണ്ടി ഇങ്ങനെ ഇവിടെ എത്തി. അപ്പോൾ നമ്മളെ കടൻ്റെ മുമ്പിൽ വണ്ടി റിവേഴ്സ് എടുത്ത് വെച്ചു കേട്ടോ. സാധനം ഇറക്കാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ ഈ സാധനം വരുന്നത് എറണാകുളം ആലുവയിൽ കേട്ടോ. അപ്പോൾ ലോഡ് കെട്ട് കഴിച്ച് കൊണ്ടിരിക്കുകയാണ്. നമ്മൾ നാണയാക്ക നോക്കിയാണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പം ഇറക്കണ സാധനം അല്ല കേട്ടോ നമുക്കുള്ളത്. അത് അതിൻ്റെ ഉള്ളിലുള്ള സാധനമാണ്. അപ്പോൾ ഇത് ഇറക്കി വെച്ചിട്ടുള്ളൂ. അപ്പോൾ അത് ഇറക്കാൻ പറ്റും. അത് കയറ്റിയപ്പോൾ ഓലത്ത് വന്ന ഫാൾട്ടാണ്. ബില്ല് നോക്കാതെ പോലെ കയറ്റി. അപ്പോൾ വണ്ടിക്കാർ ഓലല്ല കയറ്റിയത്, കയറ്റിയ ടീം വേറെയാണ് എന്നാണ്. അപ്പോൾ ഇറക്കണത് നമ്മളെ അമീതാക്കുണ്ട്, മയമാക്കുണ്ട്, മൂസാണിയാക്കുണ്ട്. പിന്നെ നമ്മളെ ഇപ്പം പറഞ്ഞു നോക്കി കണ്ടില്ല, നൂനും ഓളിതിലെ ഡാൻസ് എടുത്ത് കളിച്ചു. നമ്മൾ സ്കൂളിൽ വന്നതാണ്. അതാ അപ്പോൾ രണ്ടാമത്തെ സാധനം ഇറക്കി നമുക്ക്. ഇതാണ് നമ്മളെ ഫ്രിഡ്ജ്. സാധനം അടിപൊളി സാധനമാണ് കേട്ടോ. അത്യാവശ്യം ഒരു 30 റുപ്യേൻ്റെ 30-35 റുപ്യൊക്കെ വില ഉണ്ടാവും നമ്മൾ വാങ്ങുകയാണെങ്കിൽ. അങ്ങനെ പോലെ അതിങ്ങനെ കൊണ്ടുവരികയാണ് നമ്മളെ കടൻ്റെ മുമ്പേക്ക്. ഉള്ളിലിപ്പോൾ കയറ്റുന്നില്ല. അപ്പോൾ തൽക്കാലം നമ്മൾ പുറത്ത് വെച്ചേക്കാണ്. ഇനി എവിടെയാണ് അത് ഫിക്സ് ചെയ്യണമെന്നുള്ളത് നമുക്ക് ആലോചിച്ച് നോക്കാം. അപ്പോൾ അവിടെ തൽക്കാലം നിൽക്കട്ടെ. അപ്പോൾ എല്ലാം നോക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് അരുൺ ഐസ്ക്രീമാർ വന്നത്. ഓല് സാധനം ഇറക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട് ഉള്ളിൽ. അതുപോലത്തെ അതിൻ്റെ നമ്മളെ നിന്നുകൊണ്ട് ഫോട്ടോ എടുക്കണം എന്നാണ് ഫ്രിഡ്ജിൻ്റെ മുമ്പിൽ നിന്ന്. അങ്ങനെ ഒരു ഫോട്ടോ എടുത്തുപോലെ ഇനി അവർക്ക് അതിൻ്റെ കടലാസുകളൊക്കെ ഒപ്പിട്ട് കൊടുക്കാണ്ട്. അപ്പം ഇനി അത് ഒപ്പിട്ട് കൊടുക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ അത്രയ്ക്കുള്ളൂ. അപ്പോൾ കൊക്കക്കോളൻ്റെ ഫ്രിഡ്ജായി നമുക്ക്. ഇനിയൊരു പേരും കൊക്കക്കോള കുടിച്ചാൽ